പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ ഇന്ന് ഫെബ്രുവരി 8 നമ്മുടെ ആനിവേഴ്സറി ആണ്. ഓക്കെ, ഇത് കാണിക്കോ. 5 years ആയി. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞു 5 വർഷമായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 5 വർഷമായി. ഒരുപാട് അടികൾ ഉണ്ടായിരുന്നു. അടികൾ ദിവസം അടി. ഇന്നലെ അടി ഉണ്ടല്ലേ ഷൂട്ടിന്. ഇന്ന് രാവിലെ ഷൂട്ടിന് അടി ഉണ്ടായി. അത് 5 മിനിറ്റ് 10 മിനിറ്റ്. ഞാൻ ചെറിയ കുട്ടി. അടി ഉണ്ടാവുമ്പോ ചെറിയ കുട്ടികളെ പോലെയാണ് അല്ലേ? അത് ഞാൻ അപ്പൊ ഞാനത് എനിക്ക് ചിലപ്പോ എനിക്കൊരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു അത് നല്ലതാണ്, നല്ല സ്നേഹമുള്ളവരാണ്, അടി കൊടുക്കും ചെറിയ കുട്ടികളെ പോലെ. അത് അപ്പൊ ഇന്ന് രാവിലെ ഒരു അടി കഴിഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ 5ാമത്തെ വിവാഹ വാർഷികമാണ്. എത്ര പെട്ടെന്നാണെന്ന് നമ്മൾ അല്ലെ, ഒരുപാട് പെട്ടെന്ന് പോയി. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സച്ചു വന്നപ്പോ എന്റെ ജീവിതത്തിലുണ്ടായി, ഞാൻ വന്നപ്പോ സച്ചുവിന്റെ ജീവിതത്തിലുണ്ടായി അല്ലെ. രണ്ടാൾക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഗൾഫിലേക്ക് പോയിട്ട് അവിടുത്തെ ജീവിതമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ 5 വർഷത്തിൽ വെറും 5 മാസമാണ് ഒരുമിച്ചിരിക്കുക. അതാണ് ഗൾഫുകാരെ, കാരണം ഇപ്പൊ എന്റെ കമ്പനിക്കാരൻ ഗൾഫിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത മിഥുൻ ഗുപ്ത ഇപ്പൊ എനിക്ക് ആനിവേഴ്സറി ആയിട്ട് മെസ്സേജ് അയച്ചുള്ളൂ. എത്ര വർഷമാകും? 10-12 വർഷം ഗൾഫിൽ. അവൻ റിസൈൻ ചെയ്ത് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. കാരണം അങ്ങനെയാണെങ്കിലും എന്താ പറയാ അല്ലെ, അങ്ങനെ ഞാൻ 5 മാസമായിരിക്കും ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ട്. ഇപ്പൊ 5 വർഷത്തില് എന്താ പറയാ, 5 വർഷത്തിൽ ഒരു ദിവസം പോലും ഇടയ്ക്ക് വിട്ടു നിൽക്കും അല്ലെ. ഇടയ്ക്ക് പറഞ്ഞ ഇപ്പൊ കുറെ ആയിട്ട് വിട്ടു നിൽക്കില്ല. പ്രസവിക്കുന്ന ആ സമയത്ത് മാത്രമേ വിട്ടുന്നുള്ളൂ. അല്ലാണ്ട് എവിടെ പോകുമ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഞങ്ങൾ ചെറിയൊരു പരിപാടി ഒപ്പിക്കാൻ അപ്പോഴും വിടുന്നില്ല. വണ്ടി കയറി കുതിരി പറയാ. ഞങ്ങൾ 5-6 ആളുണ്ട്. ചെറിയൊരു പാർട്ടിയെ കൊടുത്ത് ചെറിയ കൈബാക്കി പറഞ്ഞാൽ അപ്പോഴും സച്ചു വിടില്ല. അപ്പോഴും ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പോവാ. അപ്പൊ ഞങ്ങള് പരിപാടി മാറ്റി ഇങ്ങോട്ടാക്കാൻ പോയി. എല്ലാരും കൂടി കാർ തയ്യാ. ഞങ്ങൾ 5 അളിയന്മാരുണ്ട്. സച്ചും കൂടി 6 ആളായി. ഇവിടെ എവിടെ പോകുമ്പോഴും എന്നെ വിട്ടിട്ട് പോകുന്നില്ല. അപ്പൊ ഭാര്യ വീട്ടിൽ തന്നെയാ ഉള്ളത്. ഭാര്യ വീട്ടിലല്ല, അവിടെ ചെറിയൊരു പരിപാടികളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ദിവസം എവിടെ എത്തി. ഇപ്പൊ കുറെ അളിമാരൊക്കെ ഉണ്ട്. അളിമാരോട് ചെറിയൊരു പരിപാടി ഉണ്ട്. ഇന്നാളാണ് ഏട്ടന്റെ ബർത്ത്ഡേ, കുഞ്ഞൂസിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞത്. എല്ലാം ജനുവരി 26-ന് 31-ന് എല്ലാം അടുത്തടുത്താണ്. അപ്പൊ സച്ചു എപ്പോഴും പറയാറുണ്ട്, എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ കിട്ടിയില്ല നിന്റെ ലൈഫ് ഈ പാലക്കാട് പട്ടിക്കാളിൽ കിടന്ന് അങ്ങനെ പരസ്പരം ട്രോളുകൾ. അപ്പൊ രണ്ടാളെയും കെട്ടിയത് കൊണ്ട് രണ്ടാളും കൂടി ഒരു ചാനൽ തുടങ്ങി. അത് ഹിറ്റായി. ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. എന്റെ പ്രവാസ ജീവിതം ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. സച്ചുവും രക്ഷപ്പെട്ടു. പറയണേ രക്ഷപ്പെട്ടു. സച്ചു സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളെല്ലാരും സെലിബ്രേറ്റ് അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. അപ്പൊ അമ്മ ഇല്ല, അച്ഛനെ അറിയാം, ചേച്ചിയേട്ടൻ, കുഞ്ഞൂസ്, അതുപോലെ സച്ചുവിന്റെ ഫാമിലി. ഇപ്പൊ സച്ചുവിന്റെ ഫാമിലി ആക്ടിങ്ങിലേക്ക് വന്നു അല്ലേ. സച്ചുവിന്റെ അനിയൻ ഒരു യൂട്യൂബറാണ്. സച്ചുവിന്റെ അച്ഛനും അമ്മയും എല്ലാവരും കുടുംബത്തിൽ എല്ലാവരും ഒരു ചെറിയൊരു കൈ ഭയങ്കര കടയുന്ന കേട്ടോ. അതാണ് ശരിക്കുന്നത്. അപ്പൊ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഓക്കെ, നമ്മളെ ചേർത്ത് പിടിച്ചതിനും അല്ലേ. നമ്മൾ ചാനൽ തുടങ്ങിയിട്ടും കല്യാണം കഴിഞ്ഞിട്ടും 5 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ എല്ലാത്തിനും 5 വർഷമായി. അപ്പൊ എല്ലാത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനിയും അടിയും പിടിയൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ കാണാം.